ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യക്തിബന്ധങ്ങളിലും ജീവിതത്തിലും നമ്മൾ പാലിക്കേണ്ട ചില അതിർവരമ്പുകളും മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതികളും എങ്ങനെയൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 1. അനാവശ്യമായ വിശദീകരണങ്ങൾ ഒഴിവാക്കുകയാണ്. നമ്മുടെ തീരുമാനങ്ങളെക്കുറിച്ച് എല്ലാവരോടും വിശദീകരണം നൽകേണ്ടതില്ല. അത് അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് തുടങ്ങി നിങ്ങൾ മറ്റുള്ളവരോട് അനാവശ്യമായിട്ട് നിങ്ങളുടെ ഒരു കാര്യവും വിശദീകരിച്ച് കൊടുക്കേണ്ടതില്ല. നമ്മളൊരു കാര്യം അല്ല എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ നമുക്കുണ്ടാകാം. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഷ്ടപ്പെടേണ്ടതില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലാത്ത ഒരു പാർട്ടിക്ക് സുഹൃത്ത് വിളിക്കുന്നു എന്ന് കരുതുക. എനിക്ക് വരാൻ പറ്റില്ല എന്ന് മാത്രം പറയുന്നതിന് പകരം, അയ്യോ അത് കഴിഞ്ഞിട്ട് അവിടെ പോകണം, വീട്ടിൽ ഗ്യാസ് തീർന്നു, കാലുവേദന, വയ്യ, അമ്മയ്ക്ക് സുഖമില്ല എന്നിങ്ങനെ നുണകളോ അനാവശ്യ വിശദീകരണങ്ങളോ നൽകി സ്വയം ചെറുതാകരുത്. ഇന്ന് വരാൻ കഴിയില്ല, അടുത്ത തവണ നോക്കാം എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. 2. ബഹുമാനമില്ലാത്ത സംസാരത്തോട് പ്രതികരിക്കുക. മറ്റുള്ളവർ നമ്മളെ തമാശ രൂപേണയോ അല്ലാതെയോ കളിയാക്കുമ്പോൾ അത് ചിരിച്ചു തള്ളുന്നത് ശരിയല്ല. നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന സംഭാഷണങ്ങളെ അപ്പോൾ തന്നെ തടയണം. അങ്ങനെ പറയരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് തന്നെ നിങ്ങൾ അവരോട് പറയുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കൂട്ടം സുഹൃത്തുക്കൾക്കിടയിൽ ഒരാൾ നിങ്ങളുടെ ശരീരം, വസ്ത്രം എന്നിവയെക്കുറിച്ച് പരിഹസിച്ച് തമാശകൾ പറയുന്നു. എല്ലാവരും ചിരിക്കുമ്പോൾ നിങ്ങളും ആ കൂടെ ചിരിക്കാതെ, ആ പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അത്തരം തമാശകൾ എന്നോട് ഒഴിവാക്കണം എന്ന് ശാന്തമായിട്ട് എന്നാൽ ഉറപ്പിച്ചു തന്നെ നിങ്ങൾ പറയുക. 3. നോ എന്ന് പറയാൻ ശീലിക്കുക. പലർക്കും പറയാൻ പറ്റില്ലാത്ത ഒരു വാക്കാണ് നോ. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം സ്വന്തം താല്പര്യങ്ങൾ ബലികൊടുക്കരുത്. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ധൈര്യമായി നിരസിക്കണം. അവർക്ക് എന്നാ തോന്നും എന്ന് വിചാരിച്ച് ഒരിക്കലും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നിങ്ങൾ ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കരുത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഓഫീസിൽ നിങ്ങളുടെ കൂടെ ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഒരു വ്യക്തി വന്ന് പറയുകയാണ് അവരുടെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അതൊന്ന് ചെയ്ത് കൊടുക്കുമോ? നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ സ്വയം സമാധാനം കളഞ്ഞ് അത് ഏറ്റെടുക്കാതെ, എനിക്കിന്ന് തിരക്കുണ്ട്, അതുകൊണ്ട് സഹായിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ട് തന്നെ പറയുക. അവിടെ അവരെന്ത് വിചാരിക്കുമെന്നോ അല്ലെങ്കിൽ അവർക്കത് എങ്ങനെ ഫീൽ ആകുമോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. 4. മറുപടി നൽകാൻ സമയം എടുക്കുക. എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ മറുപടി കൊടുക്കണം എന്നില്ല. ചിന്തിച്ച് തീരുമാനമെടുക്കാൻ സമയം ചോദിക്കുന്നത് നിങ്ങളുടെ പക്വതയാണ് കാണിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ നിങ്ങളോട് ഒരു വലിയ സാമ്പത്തിക സഹായം ചോദിക്കുന്നു, അല്ലെങ്കിൽ അവർ തുടങ്ങാൻ പോകുന്ന ഒരു പുതിയ ബിസിനസിന്റെ പാർട്ട്ണർഷിപ്പിനായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നു. അപ്പോൾ തന്നെ ശരി എന്ന് പറയുന്നതിന് പകരം, ഞാൻ ഇതൊന്ന് ആലോചിക്കട്ടെ, നാളെ മറുപടി നൽകാം എന്ന് തന്നെ നിങ്ങൾ പറയുക. ഇത് തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. 5. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. 5ാമതായിട്ട് വരുന്നത്, സ്വയം മുൻഗണന നൽകുക. നമ്മുടെ ആവശ്യങ്ങൾക്കും മാനസിക ആരോഗ്യത്തിനും നമ്മൾ തന്നെ മുൻഗണന നൽകണം. നമ്മൾ സന്തോഷമായിരുന്നാൽ മാത്രമാണ് എന്ത് കാര്യവും കൃത്യതയോടെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ആരോഗ്യം കളഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് നല്ല തലവേദനയോ ക്ഷീണമോ ഉള്ളപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ ഷോപ്പിംഗ് പോകാൻ നിൽക്കരുത്. എനിക്ക് കുറച്ച് വിശ്രമം ആവശ്യമാണ് എന്ന് തന്നെ പറയുക. എപ്പോഴും സ്വന്തം ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക. ചുരുക്കത്തിൽ, മറ്റുള്ളവരുടെ മുൻപിൽ നല്ല പിള്ളയാകാൻ വേണ്ടിയിട്ട് സ്വന്തം വ്യക്തിത്വം പണയപ്പെടുത്തരുത്. നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചാൽ മാത്രമാണ് ലോകം നിങ്ങളെ ബഹുമാനിക്കത്തുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകുമല്ലോ, അവർക്ക് കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.